ഇനി കേരളിന്റെ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയാൻ കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങളിലൊക്കെ തന്നെ കേരയിൽ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചതായിരുന്നു ചർച്ചാ വിഷയങ്ങൾ. ഒരു ചോദ്യമുണ്ട്, പിണറായി വിജയനോടാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭാഗമായവരോടാണ് എന്തിനായിരുന്നു ഈ കേരയിൽ സാഹസങ്ങൾ നടത്തിയത്? ആർക്കു വേണ്ടിയായിരുന്നു? ഈ കേരയിൽ വന്നാൽ കേരളം 2ആയി വിഭജിക്കപ്പെടുമായിരുന്നു. മനുഷ്യൻ 2ആയി മുറിച്ചു മാറ്റപ്പെടുമായിരുന്നു. മനുഷ്യന്റെ മനസ്സ് പോലും 2ആയി മുറിച്ചു മാറ്റപ്പെടുമായിരുന്നു. അത്രയും അതിഭീകരമായ, കോടികൾ ചെലവഴിച്ചുള്ള ഒരു ഭീകരമായ നശീകരണ പ്രക്രിയ ആകുമായിരുന്നു ഈ കേരയിൽ എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആർക്കു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? കോടിക്കണക്കിന് രൂപ മുടക്കി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വേണ്ടി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെടുന്ന ഒരു വലിയ മാഫിയയ്ക്ക് വേണ്ടി ഒക്കെ തന്നെയായിരുന്നു ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത്. പ്രാഥമികമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. എത്ര കോടി രൂപ ചെലവായി, എത്ര ആയിരങ്ങളെ കണ്ണീര് കുടിപ്പിച്ചു, എത്ര പേരുടെ അടുക്കളയിൽ കുറ്റിയടിച്ചു, എത്ര പേരുടെ കിടപ്പറയിൽ കുറ്റിയടിച്ചു. DYFI CPM ഗുണ്ടകൾ എത്ര പേരെ വീട്ടിൽ കയറി തല്ലിയിറക്കി, സ്ത്രീകളടക്കം. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിവെച്ചു സംസ്ഥാന ഖജനാവിന്. കേസെടുക്കണം, പ്രോസിക്യൂട്ട് ചെയ്യണം പിണറായി വിജയനെയും സംഘത്തെയും. കാരണം ഖജനാവിന് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. അതുകൊണ്ട് കേസെടുക്കണ്ടേ? തീർച്ചയായിട്ടും എടുക്കണം. ഈ നഷ്ടങ്ങളുടെ ഏതാണ്ട് 75 കോടിയിലധികം രൂപ പ്രാഥമികമായി നഷ്ടമുണ്ടായി എന്നാണ് കണക്കാക്കുന്നത്. കേരളിന്റെ ഓഫീസ് തുറന്നതും അവിടെ ജോൺ ബ്രിട്ടാസിന്റെ ഭാര്യയെ ഓഫീസറായി കൊണ്ടിരുത്തിയതും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. കൺസൾട്ടൻസി ഫീസ് എന്ന് പറഞ്ഞ് 33,84,404 രൂപയാണ് ചെലവാക്കിയത്. സാമൂഹ്യ ആഘാത പഠനം 79,39,040 രൂപ. സർവേ ജോലികൾ 3,42,70,75,541. മഞ്ഞക്കുറ്റി സ്ഥാപിക്കൽ 1,62,69,459. മണ്ണ് പരിശോധന 75,91,294. ജനറൽ വർക്ക്സ് 6,60,74,736. 11 ജില്ലകളിലേക്കായി റവന്യൂ വകുപ്പിന് കൈമാറിയത് 19,50,00,000 രൂപ. ശമ്പളം, കെട്ടിട, വാഹന വാടക തുടങ്ങിയ ചെലവുകൾ 10,76,60,434. ആകെ ചില 75 കോടി രൂപയിലധികം വരും. ഇത്രയും കോടി രൂപ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന്, ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ചാണ് ഈ തട്ടിപ്പ് പദ്ധതിക്ക് ഇടതുപക്ഷ സർക്കാർ കൂട്ടുന്നത്, അതിനുവേണ്ടി നിലവിളിച്ചത്. കേരളയിൽ വരും കേട്ടോ എന്ന് നിലവിളിച്ചുകൊണ്ട്, കേരളത്തെ 2ആയി മുറിക്കാൻ തീരുമാനിച്ചുകൊണ്ട്, റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി, മണ്ണ് മാഫിയയ്ക്ക് വേണ്ടി ഒക്കെ തന്നെ കുഴലൂതുന്ന പരിപാടിയാണ് നടത്തിയത്. ഇവർക്കെതിരെ എല്ലാം കേസെടുക്കണം. കേരള സംവിധാനങ്ങൾക്കെതിരെ കേസെടുക്കണം. ഈ ശ്രീധരനുമായി, കേരളയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പങ്കുവെക്കരുത് എന്ന് കേരള ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർമാർക്കും പിണറായി നേരിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് കംപ്ലീറ്റ് തട്ടിപ്പ്, കംപ്ലീറ്റ് ജനങ്ങളെ പറ്റിക്കൽ, ജനങ്ങളെ വഴിയിലിറക്കൽ, നൂറുകണക്കിന് കുടുംബങ്ങളെ വഴിയാധാരമാക്കൽ, ഇതൊക്കെയായിരുന്നു ഇവരുടെ പദ്ധതി. നടപ്പിലായില്ല. എന്തായാലും കേരളയിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറയണം. CPM മറുപടി പറയണം. പോലീസിനൊപ്പം CPM ഗുണ്ടകൾ വീടുകൾ കയറി ആളുകളെ വേട്ടയാടിയതിന് കേസെടുക്കണം, മറുപടി പറയണം. കേരളയിൽ ഒരു വൻ ഗൂഢ പദ്ധതിയായിരുന്നു, തട്ടിപ്പ് പദ്ധതിയായിരുന്നു. അതെന്തായാലും VD സതീശൻ സർക്കാർ അത് റദ്ദാക്കിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളൊക്കെ തന്നെ കോടതിയിൽ പരിശോധിച്ച് അത് പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. നല്ല കാര്യം തന്നെ. കേരളയിൽ ഭൂതം ഒഴിഞ്ഞു, കാരണഭൂതവും ഒഴിഞ്ഞു, അല്ലെങ്കിൽ കാരണഭൂതം ഒഴിഞ്ഞു, കേരളയിൽ ഭൂതവും ഒഴിഞ്ഞു.